അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടിയതുപോലെ സർവ്വലോകത്തും നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മള് മക്കളൊക്കെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും കസേരയിൽ പോയിരിക്കും. അതാണ് ആ നിൽക്കുന്ന ആള് ഒരു ചെയറിൽ പോയിരിക്കും. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട രൂപം എന്താ വെച്ചാല്, ഈ പരിശുദ്ധമായ ദീൻ ഇവിടെ എത്താൻ നമ്മളൊക്കെ മുഅ്മിനീങ്ങളായി ഇരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ദീൻ ഇവിടെ എത്താൻ പറ്റൊരു പാട് അതിന് മഹാന്മാരായ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ശ്രമിച്ച വേദനകളും അനുഭവിച്ച അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയത് നമ്മൾ ഈ യുദ്ധത്തിന്റെ വില നമുക്ക് മനസ്സിലാവും. ഇതേപോലെ ഹബീബായ റസൂലുള്ളാഹിയുടെ മുമ്പിൽ മക്കളും കുട്ടികളും പെണ്ണുങ്ങളും വൃദ്ധന്മാരും മുതലാളിമാരും അടിമകളും എല്ലാവരും ഒപ്പം ഇരുന്നിട്ട് ദൃഢനിശ്ചയിച്ചിട്ടാണ് ഈ പ്രസ്ഥാനം ഇവിടെ എത്തിയത്. അത് മനസ്സിലാക്കാൻ നമ്മൾ തൗഫീഖ്. ഇത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, എന്റെ ശേഷം ഖലീഫമാരുണ്ടാകും. സഹാബാക്കൾ ചോദിക്കുകയാണ്, ഞങ്ങളെന്താ ചെയ്യേണ്ടേ? നിങ്ങൾ അവരെ ബൈഅത്ത് ചെയ്യണം. നിങ്ങൾ തന്നെ ഹദീസ് പറഞ്ഞു, മുസ്ലിമുള്ള ഹദീസ്, ബുഖാരിയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവരെ ബൈഅത്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഓലെ ഹക്ക് വീട്ടും ആണെന്ന് ഹദീസിൽ പറഞ്ഞു. ഈ ബൈഅത്ത് എന്നുള്ളത് പുതിയ ഒന്നുമില്ല. അപ്പൊ കുട്ടികൾക്കൊരു കഥ പറഞ്ഞു, എല്ലാവരും ശ്രദ്ധിക്കാം. എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ നല്ലൊരു രസമുള്ളൊരു കഥ പറഞ്ഞതാണ്. ഈ അബൂജഹലിനെ കൊല്ലാൻ വേണ്ടി രണ്ട് കുട്ടികൾ പോയൊരു കഥ ഉണ്ട്. ഇപ്പൊ 24 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. ഇത് ഒരു സംഭവമാണ്. അല്ലാഹു നമ്മുടെ കുട്ടികളെ കാമിനായ മുഅ്മിനീങ്ങളെ സഫിലേക്ക് എത്തിക്കുമാറാവട്ടെ. ഈ വിപ്ലവം ഉണ്ടായിട്ട് കുറെ വില്ലാളി വീരന്മാരും അല്ലെങ്കിൽ കുറെ പൈസക്കാരും സഹാബാക്കളും അങ്ങനെയൊക്കെ അണിനിരന്നിട്ടാണ് യുദ്ധം നടന്നത്. വിപ്ലവം ഉണ്ടായിരുന്ന വരുന്നത് തെറ്റാണ്. എല്ലാവരും കുട്ടികൾക്കൊന്നും ശ്രദ്ധിക്കട്ടെ. കഥ പറഞ്ഞില്ല. 2 സഹാബാക്കളായ കുട്ടികൾ യുദ്ധത്തിന് ഒരു ചരിത്രമുണ്ട്. കുട്ടികളെ യുദ്ധത്തിന് കൊണ്ടുപോകില്ല. അപ്പൊ ഒരു സഹാബി വന്ന് 2 സഹാബാക്കൾ വന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോയി കൂടെ പറ്റൂല. ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രയും ഇവിടെ സദസ് നടക്കുമ്പോ നമ്മൾ കളിക്കുകയാണ്, ചാടി കളിക്കുകയാണ്, അല്ലെങ്കിൽ ഓടി കളിക്കുകയാണ്. എന്താ കാരണം? ഈ സദസ്സിന്റെ വില മനസ്സിലാവാത്തതാണ്. ഈ ഒരു പക്ഷേ നിങ്ങൾ ഈ സദസ്സിൽ ഈ ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്ന ഒരു കാരണം കൊണ്ടേക്കാരം നിങ്ങൾ അള്ളാഹുവിന്റെ വലിയായിട്ട് വരിക. നമുക്കറിയില്ല അവിടെ എന്താന്നുള്ളത്. ഈ ഒരു സമ്മാനം വന്ന് ബഹുമാനപ്പെട്ട മഹബൂബികളെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോഴേക്കാണ് ചിലപ്പോൾ നിങ്ങളെ പേര് ലിസ്റ്റ് ചെയ്ത ഇവരും നമുക്ക് ആവശ്യമുള്ള കുട്ടികളാണ്. അല്ലെങ്കിൽ ഈ പരിപാടിയിൽ നിന്ന് ഒരു പാട്ട് പാടുമ്പോഴേക്കാണ് ഇതേമാതിരി ഈ ഓടി കളിക്കുമ്പോ പേര് വെട്ടാനും ചാൻസ് ഇല്ലേ? ഇപ്പൊ ഒരു സ്കൂളിലാണ് സമ്മതിക്കുമോ? ഒരു പള്ളിയിലാണ് സമ്മതിക്കുമോ? അപ്പൊ ഞമ്മക്ക് എന്താ ഇങ്ങനെ ഓടിക്കളിക്കാൻ ഇത് ശ്രദ്ധിക്കാതിരിക്കാൻ തോന്നാൻ കാരണം എന്താ? നമ്മളെ കുറവാണ്. അതുണ്ടാകാൻ പാടില്ല. കാരണം എന്താ? നിങ്ങളൊക്കെ പേരിട്ടത്, അധികം ആൾക്കും പേരിട്ടത് ആരേക്കാരം? ഉസ്താദേക്കാരം. ഞങ്ങൾക്കൊക്കെ ആരോ പേരിട്ടതാ. എന്റെ പേര് ഒരു പുസ്തകത്തിൽ കിട്ടിയാണ് മുഹമ്മദ് ഹിദായത്തുള്ള ലക്കീർബാദ് എന്നൊക്കെ ഇടാത്ത എന്റെ ഭാഗ്യാണ്. എന്ത് പേരിടാലോ? പ്ലേറ്റ് ഒക്കെ നേരത്തെ കിട്ടിയിട്ട് പേരിടുന്നുണ്ട്. ഇപ്പൊ ഷോം ഷോ എന്നൊക്കെ പേരിടുന്നുണ്ട്. അല്ലെ? നമുക്ക് എന്താ ഉസ്താദ് പേരിടാ? അബൂബക്കർ സിദ്ദീഖ്, സുൽത്താൻ മുഹമ്മദ്, ഇതിനുള്ള പേര്. അപ്പൊ ഇങ്ങനെ പേരിടുമ്പോ ഇങ്ങനെ ഉസ്താദിന്റെ കുട്ടി പ്രസവിച്ചിട്ടുണ്ട്, കുട്ടി പ്രസവിച്ചിട്ടുണ്ട്. എന്താ കുട്ടി? ആൺകുട്ടി. ഇവിടെ ആരാ പേരിടുന്നത്? അള്ളാഹുവിന്റെ ഒരു വലിയ പേരിടുന്നത്. ഇവിടെ മധുരം കൊടുക്കാൻ വേണ്ടിട്ട് മജ്‌ലിസിന്ന് ചീരിന് ഈത്തപ്പഴം കൊണ്ടിട്ട് നിങ്ങൾക്ക് ചീരിന് നിൽക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കണ്ടേ? നിങ്ങൾ സാധാരണക്കാരല്ല.
പ്രായപൂർത്തിയാകുന്നത് വരെ നിങ്ങൾ ഔലിയാക്കളാണ്. ഞങ്ങളൊക്കെ ഇനി വലിയ ആയിട്ട് വേണം. കുട്ടികൾ ആരാണ്? രണ്ട് കുട്ടികളെ കഥ പറഞ്ഞുതരാം. അപ്പൊ യുദ്ധത്തിന് പോകുമ്പോ ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ നിന്ന് ഇരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ നിന്ന് പാട്ട് പാടി സമ്മാനം തരാം. അപ്പൊ ഈ സദസ്സ് വന്നിട്ട് ഇരിക്കുന്ന രൂപം നമ്മൾ പഠിക്കണ്ടേ? ഇതേപോലെ സഹാബാക്കൾ റസൂലുള്ളാഹിയുടെ സഹാബാക്കളെ മക്കള് റസൂലുള്ളാഹിയുടെ മുമ്പിൽ പോയി നിങ്ങളറിയോ, ഓരോ തോളില് ഒരു പക്ഷി വന്നിരുന്ന പാറി പോകില്ല. അപ്പൊ ഒരു പക്ഷി വന്ന് തോളിൽ ഇരിക്കണമെങ്കിൽ എങ്ങനെ അനങ്ങാതിരുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന കാല് നിലത്താക്കിയില്ലേ, തോളില് കളിച്ചിരിക്കുന്നത് ആളെ കാണലില്ല. ഒരാളെ കാല് തോളിൽ വെച്ചില്ല. എങ്ങനെയാണ് എനിക്കത്? ഞാൻ പറയാൻ നോക്കി എന്റെ കാല് കൊണ്ടുതന്നെ ഈ പള്ളണ്ടായിട്ടൊന്നും അറിയില്ല. അങ്ങനെയൊക്കെ റസൂലുള്ളാഹിയുടെ മുമ്പിൽ ഇരുന്നിട്ട് പക്ഷി വന്നിരിക്കത്ര. എന്നിട്ട് ഇവര് അനങ്ങാതെ റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന കാരണത്താല് പക്ഷി പാറിപ്പോവില്ല. ഇത് മരാണ് കരുതിട്ടേ നമ്മളെ ഇവിടെ ഇരിക്കുന്ന ആരാന്നൊക്കെ അറിയോ? ഉസ്താദിന്റെ ഖലീഫമാരാ. ഉസ്താദി വാങ്ങി കളിച്ചാൻ പറ്റുമോ? ഉസ്താദിന്റെ ഇങ്ങനെ വാങ്ങി കളിച്ചോ? ഇല്ലല്ലോ. ഉസ്താദിന്റെ ഖലീഫമാരായിരിക്കുന്നത്. അപ്പൊ നിങ്ങള് അതപ്പ് കാണിക്കണ്ടേ? ഒരു മുണ്ടൂല, ഒരു കുട്ടികളെ വെച്ചിട്ട്. പക്ഷെ നമ്മള് പോലെ ബഹുമാനിക്കണ്ടേ? അപ്പൊ ശ്രദ്ധിക്കണം. രണ്ട് കുട്ടികൾ വന്നിട്ട് പറയാണ് ഞങ്ങൾ യുദ്ധത്തിലുണ്ട്. ഗെയിം കളിച്ചാണ്ടെന്നല്ല കേട്ടോ, അല്ലേ? മൊബൈല് വാങ്ങുന്നതിന്റെ പേരിൽ ആ മൊബൈൽ ഇങ്ങോട്ട് വാങ്ങുമ്പോ അതിന്റെ കൂടെ ഉമ്മാനെ മേത്തുകടി ചാടുകയാണ്. കാരണം എന്താ? മൊബൈല് വാങ്ങിയതിന്റെ പേരില്, തിന്നാൻ കൊടുക്കാത്തതിന്റെ പേരിലല്ല. ഓന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഇങ്ങോട്ട് വാങ്ങുമ്പോ മൊബൈലിന്റെ കൂടെ ചാടുക കൊരങ്ങന്റെ മാതിരി. കാരണം എന്താ? അവന് ഉമ്മാനെ പരിചയമില്ല, ബാപ്പാരാന്ന് പരിചയമില്ല. പണ്ടൊക്കെ ഞാൻ എന്റെ ഉമ്മയെ കളിച്ച് കൊത്തങ്കല്ല് വെച്ചു എന്റെ ഉമ്മാനെ കൂടെ. ഉമ്മക്ക് അത് കളി അറിയുള്ളൂ. അത് ഞാൻ 5 കൊല്ലം പഠിച്ച എന്റെ ഉമ്മാൻ്റെ അടുത്താണ്. അതേമാതിരി ബാപ്പ കളിച്ചാൽ വരില്ല. അപ്പൊ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ ഭയങ്കര ചൂടനെ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ ബാപ്പാനെ ഉമ്മാനെ കളിച്ചാൽ പറ്റും. വലിയമാർക്ക് ഒരു കളിയറിയില്ല. അപ്പൊ അങ്ങനെ ഉസാറാന്ന് ഇവിടെ ഇങ്ങനെ പറയും. കുഞ്ഞാപ്പ കഴിഞ്ഞ് കിട്ടുന്നോടത്ത് മേടി പായിച്ചറിയാണ് അന്ന്. നമ്മളെ ആക്കി ഇതൊക്കെ പഠിച്ചുണ്ടാക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട രൂപം എന്ന് വെച്ചാൽ ഈ ഇങ്ങനെ കളിച്ചാലും ഇതൊന്നല്ലേ ചോദിക്കണേ. ഞങ്ങൾ നിങ്ങളുടെ കൂടെ പാർക്കൊക്കെ പോയാൽ സഹാബ് രണ്ട് കുട്ടികൾ, റാഫിബിന് ഖദീജും സുംറത്തുബിന് ജുന്ദുബിലെ 2 സഹാബികൾ, 2 ചെറിയ കുട്ടികൾ, പ്രായപൂർത്തിയായിട്ടില്ല. അപ്പൊ ഓര് ചോദിക്കാണ് റസൂലുള്ളാഹി യുദ്ധത്തിന് പോവാൻ മരിച്ചാൻ പോവാണ്. നമ്മളവിടെ പോയാൽ തിരിച്ചിങ്ങോട്ട് വരുന്ന ഉറപ്പില്ല, അതിന് പോവാ. ടൂറ് പോവല്ലോ, നമ്മള് കച്ചവടക്കാർക്ക് സ്കൂളിൽ ടൂർ പോവാൻ അല്ലേ? ഓര് പോയില്ലേ? ഹിദായത്തുൽ കുട്ടി പോയില്ലേ എന്നൊക്കെ ചോദിക്കാം. അങ്ങനൊന്നും അനക്ക് ഇങ്ങോട്ട് വരില്ല. ഞാൻ എന്റെ ശ്രദ്ധ പറഞ്ഞിട്ടില്ല. കാരണം അതിനെക്കാട്ടിന്റെ ടൂർ ഞാൻ കൊണ്ടുപോലെ. പിന്നെ ഓനോട് ചോദിക്കില്ല. ഇപ്പോൾ സ്കൂളിൽ നിന്ന് എല്ലാവരും പോയിട്ട് ഞാൻ പോട്ടെ എന്ന് ചോദിക്കാനല്ല കുട്ടികൾ വന്നത്. എന്താ നിങ്ങള് എന്റെ വാള് ഇങ്ങനെ മേത്തൊക്കെ ഇട്ടാൽ നമ്മുടെ കൈ മുറിഞ്ഞാണ്ട് പോകും. അങ്ങനത്തെ വാളിന്റെ മുമ്പ് നിൽക്കാൻ പോരട്ടെ. ആരോട്? അബീബായ റസൂലുള്ളാഹി നോക്കിയിട്ട് പ്രായപൂർത്തിയായില്ലല്ലോ. അപ്പൊ ഈ കുട്ടികൾ കരയാ. ഈ പിഞ്ചു മക്കൾ കരയാ. എന്താ? ഞങ്ങൾക്ക് സ്വർഗം വേണ്ടേ? അപ്പൊ ഒരുപാട് വലിയ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഓരോ കുട്ടികളെ റസൂലുള്ളാഹി പറഞ്ഞ കേട്ട് പെരേ പോയിക്കോളി. അപ്പൊ കുട്ടികൾ തിരിച്ചു ചോദിക്കുക, ഇങ്ങക്ക് മെച്ചാ സ്വർഗത്ത് പോയിക്കൂടെ? അപ്പൊ ഞങ്ങൾക്ക് എന്താ പറ്റൂലേ? ആർക്കുത്തരല്ല. അപ്പൊ സഹാബാക്കളൊക്കെ പടച്ചനെ ഈ കുട്ടികളെ ഈമാൻ കണ്ടോ, ഞങ്ങൾക്ക് ഇതില്ലല്ലോ. അപ്പൊ അതിൽ സഹാബാക്കൾ കരയാൻ തുടങ്ങി. അപ്പൊ കുട്ടികൾ നിങ്ങൾ ഇതിനെ കരയണേ, ഞങ്ങൾ പോകുന്ന നിങ്ങൾക്ക് എന്താ ശല്യം? ചെറിയ കുട്ടികളല്ലേ? അതല്ല, നിങ്ങളെ മനസ്സ് കണ്ടിട്ട് കരഞ്ഞതാ. ഒരു ചോദിച്ചാൽ എന്താണ്? ബിരിയാണി കാണാം, അതിനെല്ലാം നോളിച്ചത്. ഗെയിം കളിച്ചണം, അതിനെല്ലാം നോളിച്ചത്. എന്തിനാ നോളിച്ചത്? ഞങ്ങൾക്ക് യുദ്ധം ചെയ്ത് മരിക്കാൻ ഞങ്ങളെ കൊണ്ടുപോകാത്തോണ്ട്, ടൂറിന് കൊണ്ടുപോകാത്തോണ്ടല്ല, ഇമ്മാന്റെ വരെയൊക്കെ കൊണ്ടുപോകാത്തോണ്ടല്ല. അപ്പൊ നാം ഇങ്ങനെ കാര്യം ചെയ്യാം. അപ്പൊ ഒരു സഹാബിയെ കുട്ടി പറയുന്നത്, എനിക്ക് നല്ല അമ്പ ചെയ്യാൻ അറിയാം റസൂലുള്ളാഹി. കാരണം അമ്പ ചെയ്യാൻ എടുത്തിട്ട് കൊണ്ടേ വിട്ടുന്ന് ചെയ്താൽ പോലെ അന്ന് ചെയ്ത് കാണിച്ചാൽ മതി. ഒരു സഹാബി നോക്കണം, ഇത് എടുക്കാം. ചെറിയ കുട്ടി ഉമ്മാനിപ്പാനി, നമുക്ക് ഉമ്മാന്റെ വീട്ടിൽ പോയാൽ നമുക്ക് കരച്ചിൽ വരും. ഇത് അതൊന്നല്ല, ഉമ്മാനും പാപ്പാനും വിട്ട് നാടും വീടും വിട്ട് ശത്രുക്കളെ മുമ്പൊക്കെ മരിക്കാൻ പോകാൻ വേണ്ടി മത്സരിക്കുക. അപ്പൊ സദസ്സിൽ ഈ കുട്ടി അമ്പയുടെ കുട്ടിന്റെ ബാപ്പ, കുട്ടിന്റെ ഏറാപ്പൊക്കെ ഉണ്ടാവൂടെ.
ഇത് റസൂലുള്ളാഹി നോക്കുക, അമ്പെയ്ത് നോക്കുമ്പോ സഹാബാക്കളെക്കാൾ ഉഷാറായിട്ട് ഈ കുട്ടി അമ്പെയ്യാം. അപ്പൊ ന്യായം. അപ്പൊ കുട്ടി ചോദിക്കുക, അപ്പൊ ഇന്റെ അത്ര അമ്പെയ്യുന്ന കൂടുതൽ ആരാളുള്ളത്? അപ്പൊ സഹാബാക്കൾ നെട്ടിയിട്ട് ഉത്തരം പറയണ്ടേ. ഈ കുട്ടി കറക്റ്റ് അമ്പെയ്തിട്ട് കറക്റ്റ് പോയിന്റ് എത്തിച്ചു കൊടുത്തു. നിങ്ങൾ പോരുന്നതാണ് ആര്? അബീബായ റസൂലുള്ളാഹി. അപ്പൊ മറ്റേ കുട്ടി നീ ഞാൻ വല്ല മുങ്ങ മേത്ത് വേനമ്മ ഓടി രക്ഷപ്പെടില്ലേ? അപ്പൊ മറ്റേ കുട്ടി എന്താ ഞാൻ വല്ല മുങ്ങട്ടെ എന്ന് അല്ല. അതിലാ കുട്ടി അങ്ങോട്ട് കരഞ്ഞ് ഞങ്ങൾ രണ്ടാളും ഒന്ന് ചോദിച്ചല്ലേ എന്നിട്ട് ഓനെ മാത്രം കൊണ്ട് ഇന്നെന്താ കൊണ്ടുപോകത്താന്ന് ചോദിച്ചേ. അപ്പൊ വിശ്വാസങ്ങൾ എന്ത് ചെയ്യും? ആ കുട്ടി പറഞ്ഞ മറുപടി ഞാനും ഓനും തല്ലുകൂടുകയാണെങ്കിൽ ആ അമ്പയിൽ കുട്ടിയുണ്ടല്ലോ, ഞാനും ഓനും തല്ലുകൂടിയാൽ ഞങ്ങളെ തോൽപ്പിക്കുന്നതാണ്. അപ്പോൾ വിശ്വാസം എന്ത് ചെയ്യും? ഞാൻ തല്ലുകൂടാൻ പറഞ്ഞു മുസ്റ്റ് പിടിച്ചു തള്ളിയിട്ട് മറ്റേ കുട്ടിയാണ്. അപ്പൊ രണ്ടാളും മൊയ്ത്തിന് പോകാറില്ലേ അതിൽ കുട്ടികൾ ചാടി കളിച്ച. അപ്പൊ സഹാബാക്കൾക്ക് ആവേശം, പടച്ചോനെ ഈ പിഞ്ചു മക്കള് മുത്ത് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ തയ്യാറാവേ, അപ്പൊ ഞമ്മക്കൊന്നൊരു ഈമാനാണെന്ന് തോന്നി. സഹാബാക്കളോട് മറന്നു. ഈ കുട്ടികൾ ഇങ്ങനെ പാളും വെച്ചിട്ട് നടക്ക. ചെറിയ വാളാണ്, വലിയ വാള് താങ്ങൂലല്ലോ. അതിലൊരിക്കലും തോന്നിക്കാണ്ട് വേക്കുന്നത് അബൂജഹൽ വിളിച്ചു. ചെറിയ ചെക്കനല്ലേ ചെറിയ ചെക്കന്മാര് അബൂജഹൽ വയ്ക്കുക. അബൂജഹൽ പടാ മനുഷ്യനാ. എന്തെന്നാല് ഈ പോത്തിന്റെ തോലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ചോദിച്ചാൽ മുന്നേ വെക്കി പോവില്ലേ, അയിമൽ ഓൻ നിന്നാല് 40 ആൾക്കാരെ കുറിച്ച് ഭരിച്ച ആ തോല് മുറിഞ്ഞിങ്ങനെ പോരത്ര. ഇവ അനങ്ങൂല. അങ്ങനത്തെ മല്ലനാണ് ആര്? അബൂജഹൽ. ഈ അബൂജഹലിനെ കൊല്ലാൻ വേണ്ടി 2 കുട്ടികളെ. അപ്പൊ ഇത് വന്നിട്ട് അബൂജഹലോടെ അപ്പുറത്ത് പോയിട്ട് തോണ്ടു. അബൂജഹൽ ഏത് ചെയ്യാം? അപ്പൊ ഒരു സഹാബി ബാക്കിയുള്ള സഹാബി എന്നിട്ട് എന്തിനാ നമുക്ക് ചോദിച്ചു? കൊല്ലാനാണ്. അബൂജഹൽ നിങ്ങൾ ഭരിച്ച മൂക്ക് കയറി പോവാല് എന്റെ ചെക്കന്മാര് അതില് നമുക്ക് എന്തിനാ ചോദിച്ചു? കൊല്ലാനാണ്. എന്താ കാരണം? കുട്ടി പറയണം കേട്ടോ കിട്ടോ. ഞങ്ങള് റസൂലുള്ളാഹികളെ ഒരുപാട് വേദനാക്കിക്കണോ, ഞങ്ങൾ റസൂലുള്ളാഹികളെ കല്ലെടുത്തെറിഞ്ഞിക്കണോ, ഞങ്ങൾ റസൂലുള്ളാഹികളെ കൗത്തില് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒട്ടകത്തിന്റെ ചീഞ്ഞ കൊടല് കൊണ്ടേക്ക് കൊല്ലണം